അപ്പോളേ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആൾക്കാർ പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ചില മറ്റേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയലാണ്. അപ്പോൾ ആദ്യമായിട്ട് കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ളത് ഉമ്മയുടെ ഭർത്താവ് എവിടെയാണെന്നുള്ളതാണ്. അപ്പോൾ അത് ഉമ്മ പറയും. പറ. എൻ്റെ ഭർത്താവ് ബിസിനസ്സായിരുന്നു. അപ്പോൾ ബിസിനസ്സൊക്കെ പൊളിഞ്ഞു പോയി. അപ്പോൾ ഇവനക്ക് 4 വയസ്സ്. ബിസിനസ്സൊക്കെ പൊളിഞ്ഞു നോക്കുമ്പോൾ ആള് നാടുവിട്ട് പോയതാണ്. പിന്നെ ഞങ്ങൾ അവരെ അന്വേഷിച്ച് വന്നിട്ടില്ല ഇന്നേ വരെ. ഉപ്പാടെ കാര്യം പറയുമ്പോഴേ എനിക്ക് വലിയ ഓർമ്മകളൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു കണ്ട ഓർമ്മകളൊക്കെ ഉള്ളു. ഇല്ലമ്മ, എനിക്ക് അത്രേ ഉള്ളു കേട്ടോ. പെങ്ങൾക്ക് അത്രയും ഉണ്ടാവില്ല. അവള് തീരെയും കണ്ടിട്ടില്ല. അവൾക്ക് അപ്പൊ 2 വയസ്സേ ആയിട്ടുണ്ടായിരുന്നുള്ളു. മറ്റേ എന്താ പറയാ, അങ്ങനെ എനിക്ക് ഒരു ഇതൊന്നുമില്ല, ഓർമ്മയൊന്നുമില്ല. എനിക്ക് എല്ലാതും ഉമ്മയും വാപ്പയൊക്കെ ഉമ്മ തന്നെ. ആ കാലത്ത് പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും ആരുടെ കയ്യിലും മുംബൈയിലൊന്നും ഉണ്ടാവില്ല. ഫോട്ടോ എടുക്കണമെങ്കിൽ ഈ സ്റ്റുഡിയോയിൽ പോയി എടുക്കണം. സ്റ്റുഡിയോയ്ക്ക് പോകണമെങ്കിലും ഒരു 10 കിലോമീറ്റർ ദൂരത്ത് പോകണം ഫോട്ടോ എടുക്കണമെങ്കിൽ. അത്ര ദൂരമാണ് അവിടെ. ഒരു എന്താ പറയുക, ഒരു ഉള്ളി ഏരിയയാണ്. പിന്നെ ഒരു ഫോട്ടോ എടുക്കാനുള്ള അപ്പോൾ പൈസ ഒന്നും ഉണ്ടാവില്ല കയ്യിൽ, ഇല്ല. പിന്നെ എത്ര കൊല്ലായില്ലേ, ഇനിയിപ്പോൾ എന്തിനാ അന്വേഷിച്ച് കണ്ടുപിടിക്കണ്? ഇത്ര കാലമായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇനിയിപ്പോൾ വന്നാൽ നമുക്ക് വേണ്ട. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ മക്കളെ ആയിട്ട് കഷ്ടപ്പെടുത്തുമ്പോൾ ഞങ്ങളെ അന്വേഷിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എൻ്റെ മക്കളൊക്കെ പറക്കാൻ പരുവായതിന് ശേഷം വന്നാൽ ആർക്ക് വേണം? ഇനി വേണ്ട. ഞാൻ ആരെങ്കിലൊക്കെ വാപ്പാടെ കാര്യം ചോദിച്ചാൽ മരിച്ചു എന്ന് തന്നെ കേട്ടോ പറയാ. മരിച്ചു അത്ര, അങ്ങനെ ഞാൻ പറയാറ്. അങ്ങനെ ഇങ്ങനെ വിശദീകരിച്ചൊന്നും പറയാറില്ല. സത്യം പറഞ്ഞാൽ അത് ആലോചിക്കാൻ തന്നെ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അതൊന്നും ചെറുപ്പം മുതലേ അങ്ങനെ ഒരാളില്ല മനസ്സിൽ. പിന്നെന്തിനാ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും എപ്പോഴും ചോദിക്കും വീഡിയോയിൽ, നീ സാജിയുടെ ഇപ്പല്ല. പക്ഷെ ഞാൻ മറുപടി തരാത്തത് എനിക്കത് പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് മറുപടി തരാത്തത്. ഇപ്പം സത്യം പറഞ്ഞാൽ അതൊന്നും ഓർക്കാൻ തന്നെ ടൈമില്ല. അതാണ് ഇപ്പോൾ ഉള്ള സാഹചര്യം. അങ്ങനെ ഞങ്ങള് ഇങ്ങനെ ഒറ്റപ്പെട്ടത്. അങ്ങനെ പിന്നെ നമ്മളെ എൻ്റെ വീട്ടിൻ്റെ സാഹചര്യങ്ങളും അവരെ വീടിൻ്റെ സാഹചര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളെ അവർക്ക് ആർക്കും സംരക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് വന്നതാണ്. ഒറ്റയ്ക്ക് വന്നിട്ട് ഞാൻ ഒന്ന് പറഞ്ഞല്ലോ, ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ ഇപ്പം എത്തിയിട്ടുണ്ട്. പിന്നെ മകൻ്റെ ജോലി എന്താണെന്ന് കേട്ടോ. എൻ്റെ ജോലി ഇപ്പോൾ വീഡിയോഗ്രാഫി ഉണ്ട്. വീഡിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോ, പിന്നെ അതേപോലെ തന്നെ ചില ആഡുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വീഡിയോ എടുക്കും. പിന്നെ എന്താ വെച്ചാൽ പിന്നെ സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്, അതൊക്കെ ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്യണത്. അല്ലാതെ ഒരു കമ്പനിയുടെ കീഴിലൊന്നുമല്ല. അങ്ങനെ ആകുമ്പോൾ കമ്പനിയുടെ കീഴിലൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കാൻ പറ്റില്ല. പിന്നെ അവിടെ പോയി നിൽക്കേണ്ടി വരും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഉമ്മയുടെ ഒപ്പം നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുന്നു. പിന്നെ ഞാൻ പഠിച്ചത് എന്താ വെച്ചാൽ IT ഓട്ടോമൊബൈലാണ്. +2 കഴിഞ്ഞിട്ട് IT ഓട്ടോമൊബൈലാണ് പഠിച്ചത്. അത് ഒരു 7-8 വർഷമൊക്കെ ഞാൻ അതിൻ്റെ ജോലി തന്നെയായിരുന്നു, ഓട്ടോമൊബൈൽ തന്നെയായിരുന്നു. ഓട്ടോമൊബൈൽ ഫീൽഡിൽ, അതായത് മഹേന്ദ്രയുടെ ഹെവി വെഹിക്കിളിലുണ്ടായിരുന്നു, TVS. പിന്നെ അശോക് ലൈലൻഡിൻ്റെ ഷോറൂമിലൊക്കെ ആയിരുന്നു. പിന്നെ ലാസ്റ്റ് കൊറോണ കഴിഞ്ഞ വരെ അതിൽ തന്നെയായിരുന്നു. കൊറോണ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കോഴിക്കോട് മറ്റേ 8-4, അതായത് രാമനാട്ടുകാരുള്ള ഷോറൂമിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോയി വരില്ലായിരുന്നു, ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരില്ലായിരുന്നു. ഉമ്മ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ കൊറോണ കഴിഞ്ഞ ടൈമിൽ പിന്നെ ട്രെയിനും ഇല്ല, ബസ്സും ഇല്ല. അപ്പോൾ അവിടെ നിൽക്കേണ്ട സാഹചര്യമായി. കൊറോണയ്ക്ക് പിന്നെ ലീവ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളവിടെ നിൽക്കേണ്ട ഒരു സാഹചര്യമായി. അപ്പോൾ എന്തായാലും എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല വെച്ചിട്ട് ഞാൻ റിസൈൻ ചെയ്ത് പോന്നതാണ്. ആ സമയത്താണ് പെങ്ങളുടെ കല്യാണം റെഡിയായത്. പിന്നെ അതിന് ശേഷം എനിക്ക് പിന്നെ ഈ ഫീൽഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. യൂട്യൂബും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് പിന്നെ വേറെ ഒരു ഫിനാൻസിൽ കയറിയിട്ടും പിന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. പിന്നെ ഇതങ്ങോട്ട് തുടങ്ങി. പിന്നെ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഞങ്ങളന്ന് വാടകയ്ക്ക് താമസിക്കുമ്പോഴും ഞാൻ മാക്സ് കച്ചവടത്തേക്ക് പോയാൽ എൻ്റെ മോനും പണിക്ക് പോകും കേട്ടോ. അവൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ മുതൽ പണിക്ക് പോകാൻ തുടങ്ങിയതാണ്. ഓങ്ങല്ലൂർ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ, അവരുടെ
കടയിൽ ശനിയും ഞായറും അവർ വന്ന് കൊണ്ടുപോകും, എനിക്ക് കൊണ്ടാക്കി തരും. അങ്ങനെ പണിക്ക് പോകും. ഫസ്റ്റിൽ ഇവനിക്ക് ശമ്പളം കിട്ടിയത് 50 രൂപയാണ്. അതൊക്കെ ഓർമ്മയുണ്ട്. ഒരു ഹോട്ടലിൽ പോയിട്ട് 50 രൂപയാണ് ഇവന് ആദ്യം പൈസ. അന്ന് കടയ്ക്കല്ല, ഹോട്ടല്. അത് കണ്ടിട്ടാണ് ഇവർ കടയ്ക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങിയത്. അവർക്ക് കോഴിക്കടയാണ്. അവിടെ ചായ വാങ്ങാനും പിന്നെ അവരാരെങ്കിലും പുറത്തു പോയാൽ അവിടെ ഇരിക്കാനുമാണ് ഇവനെ കൊണ്ടുപോകുന്നത്. കുട്ടിയല്ലേ, അപ്പൊ പണിയെടുപ്പിക്കാൻ പറ്റില്ലല്ലോ. അല്ലല്ല, അന്ന് ഞാൻ പാത്രം കഴിയിട്ടുണ്ട് കേട്ടോ. അല്ല, മറ്റേ കടയല്ല, അബൂബക്കർഖാന്റെ കടയില്. അവിടെ കോഴിക്കടയിലാ. കോഴിക്കടയില്. പിന്നെ ഹോട്ടലില് ഇവൻ പോകുന്ന സമയം മുതൽ തിരിച്ചു വരുന്നവരെ പാത്രം കഴുകലാണ് ഇവന്റെ പണി. അങ്ങനൊന്നുമില്ല അവിടെ, അങ്ങനെ വലിയൊരു ഇതൊന്നുമില്ല. പിന്നെ അത് വിട്ടാ സ്കൂള് വിട്ട് വന്നിട്ട് 1 കിലോ കടല കൊണ്ടുവരും. അപ്പൊ കടല കൊണ്ടുവന്നിട്ട് അവൻ തന്നെ വറുത്ത്, അവൻ തന്നെ അളന്ന് പൊതിഞ്ഞ് വൈകുന്നേരത്ത് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിറ്റിട്ട് അരി വാങ്ങി കൊണ്ടുവരും, മീൻ വാങ്ങി കൊണ്ടുവരും. പിന്നുള്ള ചോദ്യം എന്താ വെച്ചാലേ, ഉമ്മാക്ക് സഹോദരങ്ങളൊന്നും ഇല്ലേ എന്നുള്ള. എനിക്ക് സഹോദരങ്ങളൊക്കെ ഉണ്ട്. 2 താത്തമാര്, അവർക്ക് ഈ 2 ആൺകുട്ടികളാണ്. 3 ആങ്ങളമാരുണ്ട്. 3 ആങ്ങളമാർക്കും മക്കളുണ്ട്. മൂത്ത ആങ്ങളുടെ മകൻ പട്ടാളത്തിലാണ്. ഞങ്ങൾ ഇപ്പോഴും വിളിക്കലും കോണ്ടാക്റ്റ് എല്ലാം ഉണ്ട്. ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ ഓടി വരും, അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഓടിപ്പോവും. അങ്ങനെ ഞങ്ങൾ ഇപ്പോഴും ഒന്നിച്ചില്ലെങ്കിലും ദൂരത്താണെങ്കിലും ഒന്നിച്ചു പോലെ തന്നെയാണ് കഴിയുന്നത്. പിന്നുള്ള ചോദ്യം എന്താ വെച്ചാൽ, മകന്റെ കല്യാണം ശരിയായിട്ടില്ല എന്നാണ്. മോൻ്റെ കല്യാണം നോക്കുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ സമയം അടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ വിചാരിച്ചാണ് ഇപ്പം ഇരിക്കുന്നത്. പക്ഷെ ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ സങ്കടത്തിലാണ്. അല്ലാത്ത കാര്യങ്ങളിലൊക്കെ ഞാൻ നല്ല ഹാപ്പിയിലാണ്. ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. എൻ്റെ മോനിക്കൊരു ജീവിതം എന്നുള്ള ഒരിതിൽ അത് എത്രയും പെട്ടെന്ന് ശരിയായ അത്രയും പെട്ടെന്ന് പടച്ചവനുക്ക് നന്ദി പറയും. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കേട്ടോ. എന്തൊക്കെയാ വെച്ചാൽ, വാപ്പ എവിടെ, വാപ്പയുടെ കാര്യം പറഞ്ഞു, പിന്നെ മകൻ്റെ ജോലി എന്താണ് അത് പറഞ്ഞു, പിന്നെന്താ പറഞ്ഞു, പിന്നെ മകൻ്റെ കല്യാണം കഴിഞ്ഞോ, അതൊക്കെയാണ് പ്രധാനപ്പെട്ട എല്ലാവരുടെയും സംശയങ്ങൾ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഉമ്മാക്ക് ഈ കച്ചവടത്തിന് പോണ സമയത്ത് കുറെ നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഇഷ്ടം പോലെ അനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്തുനിന്ന് മാക്സി വാങ്ങണവരും ഞാൻ കച്ചവടത്ത് പോകണടുത്തുനിന്ന് ഒരുപാട് പേര് എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. ഈ ചാൽശ്ശേരിയിൽ നിന്ന് തന്നെ എന്നെ 2-3 പേര് വിളിച്ചിരുന്നു. ഒരാഴ്ചയിൽ ഒരു ദിവസമാണ് ഒരു റൂട്ട് പോവുക. അപ്പം ആ സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് നേരത്തെ പോയി. എന്താ വെച്ചാൽ ബസ് കയറി അങ്ങെത്തണ്ടേ. അപ്പോൾ ആദ്യം പോകുന്ന വീട്ടിൽ നിന്ന് എനിക്ക് ചായയും അല്ലെങ്കിൽ വെള്ളമോ എന്തെങ്കിലുമൊക്കെ തരും. പക്ഷെ എല്ലാ വീട്ടിലും നമ്മൾ പോയാൽ ശരിക്ക് അവർ ശ്രദ്ധിക്കും എന്ന് പറഞ്ഞാൽ അവരെ വീട്ടിൻ്റെ ഉള്ളിൽ വരെ എന്നെ വിളിച്ച് കയറ്റി കൊണ്ടുപോകും. അത്രയ്ക്ക് സ്വാതന്ത്ര്യത്തോടെയാണ് എന്നോട് അവർ പെരുമാറുന്നത്, ഞാൻ അവരോട് പെരുമാറുന്നത്. ഒരു വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ അവിടുത്തെ ഒരു ഉമ്മയുപ്പയുണ്ട്. അവർ ഒരു 11 മണി ടൈമിലാണ് നമ്മൾ അവിടെ എത്തുന്നത്. ചിലപ്പോൾ ഉച്ചയൊക്കെ ആവും കേട്ടോ. ആ സമയത്ത് പോയാൽ അവരെനിക്ക് കഞ്ഞി തരാതെ വിടില്ല. ഇത് കുടിച്ചിട്ട് പോയാൽ മതി. അവരെ മരുമക്കളും പിന്നെ പെൺമക്കൾ വിരുന്നിന് വന്നാൽ ആര് വന്നാലും നമ്മൾ അവരെ അവഗണിക്കില്ല. നല്ല പോലെ. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു വീട്ടിൽ ഒരു വാപ്പയും ഉമ്മയും 2 പെൺകുട്ടികളുണ്ട്. അവരും അതേപോലെ തന്നെയാണ്. അവർക്കൊരു ചെറിയ വാർപ്പ് പെരയായിരുന്നു. അവരും ആ കുട്ടികളും ഞാൻ അവിടെ എത്താൻ വേണ്ടി കാത്തു കുത്തിയിരിക്കും, ചായ കുടിക്കാൻ അല്ലെങ്കിൽ ചോറ് കഴിക്കാൻ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട്. നമ്മൾ പോണിടത്തൊക്കെ അതേപോലെ വേറൊരാഴ്ച പോകുമ്പോൾ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ നിന്നാണ് ഞാൻ ചോറ് കഴിക്കുന്നത്. ഞാൻ അവിടെ എത്താൻ വേണ്ടി ആ താത്തയും ആ ആക്കയുമാണ് ഹോട്ടൽ നടത്തുന്നത്. പേരൊന്നും പറയണില്ല, കാത്തിരിക്കും. അപ്പം ഞാൻ പോയ ഉടനെ ആക്ക പറയും, നസീമത്താക്ക് ചോറ് വിളമ്പി കൊടുക്കണം. അപ്പം ഞങ്ങളെല്ലാവരും അതിൻ്റെ ഉള്ളിലൊരു ടേബിളുണ്ട്. അതിൽ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ എല്ലാവരും
എന്നെ ആരും അവഗണിച്ചിട്ടില്ല. എല്ലാവരും സ്നേഹത്തോടെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. പോണ ഓരോരിടങ്ങളിലും ഇതേപോലെ ഓരോരോ അനുഭവങ്ങളുണ്ട്. അതിൽ ഞാൻ ഇന്നും നല്ല ഹാപ്പിയാണ്, തൃപ്തിയാണ്. പക്ഷെ ആ അനുഭവങ്ങളൊന്നും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്.